ബിജെപി അധികാരത്തിൽ വന്ന എന്താ പ്രശ്നം? ബിജെപി അധികാരത്തിൽ വന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇത്രയെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ കേരളത്തിലുള്ളവർക്ക് മാത്രമാണ്. ചെയ്തതുപോലും തെറ്റായി പോയെന്ന് കേരളക്കാർ ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്. വീണ്ടും ഒരു അവസരം BJP അതിപ്പോ ഒരു MP ആയിക്കോട്ടെ MLA ആയിക്കോട്ടെ കേരളം വെച്ച് കൊടുക്കുവോ? സാധ്യതയില്ല. കാരണം ഇപ്പോഴത്തെ കേന്ദ്രത്തിന്റെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. റീസെന്റ് രാഹുൽ ഗാന്ധി നമുക്ക് വോട്ട് ചോർ എന്ന് പറഞ്ഞൊരു പ്രസ് മീറ്റ് തന്നെ നടത്തി. അത് അന്വേഷിച്ചു പോയ മാധ്യമങ്ങൾക്ക് ഉണ്ടായ കുറെ ദുരനുഭവങ്ങളുണ്ട്. ഞാൻ ത്രൂ ഓൺലൈൻ മീഡിയാസ് കുറേയും കണ്ടതാണ്. ഗവൺമെന്റ് ആയിട്ട് നമുക്ക് തന്ന അവകാശമാണ് വോട്ട് ചെയ്യാന്നുള്ളത്. അതിൽ പോലും കള്ളത്തരം കാണിക്കുന്ന ഒരു പാർട്ടീനെ നമ്മൾ എന്ത് ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ ഏൽപ്പിക്കാൻ പറ്റും? സമ്പൂർണ്ണ ചാറ്റരുത ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതും NDA നേതൃത്വം കൊടുക്കുന്ന BJPയുടെ ഇപ്പോഴത്തെ ഒരു സർക്കാർ അധികാരത്തിൽ വന്നതും പൂർണ്ണമായിട്ടും ഒരു കള്ളവോട്ടുകൂടെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു ഇനിയൊരു തുടരന്വേഷണം ഒന്നും ഇതിന്റെ പുറകെ ഉണ്ടാവില്ല എന്ന് വരെ അവർ പറഞ്ഞു. ദെൻ ഇപ്പൊ മെയിൻലി ഡിസ്കഷൻ ഇതിനെ ബേസ് ചെയ്തല്ല നടക്കണേ. രാഹുൽ ഗാന്ധി മാപ്പ് പറയണം. പുള്ളി എന്തിനാണ് മാപ്പ് പറയണത്? കള്ളത്തരം പുറത്ത് കാണിച്ചതിനോ? അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ 25% വോട്ട് നേടും, അതായത് BJP. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അധികാരം പിടിക്കും. അയാള് ആത്മവിശ്വാസമായിട്ട് പറഞ്ഞോട്ടെ. പക്ഷെ കേരളത്തില് ആര് നിൽക്കണം, കേരളത്തിലല്ലേ ആര് ഭരിക്കണമെന്ന് കേരളത്തിലുള്ള ജനങ്ങൾ തീരുമാനിക്കുന്നു. എന്നിട്ട് അത് തന്നെയാണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞു പോയതിന്റെ എല്ലാം ചുരുളടക്കം അവിടെ ചെന്നാണ് അവസാനിക്കുന്നത്. എല്ലാം ഇപ്പൊ ക്രിസ്ത്യാനികളെ കൂടുതലായി ചൂഷണം ചെയ്യുന്നു, കൂടുതലും ഹിന്ദു മതക്കാരെ കൂടുതലായിട്ട് അവര് അങ്ങനെ ആക്കാൻ നോക്കുന്നു. BJPക്ക് വേണ്ട എന്ന് പറയണത് തന്നെ അവരുടെ വർഗീയത. അതുപോലെ തന്നെ എപ്പോഴും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മുടെ കേരള സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പുറത്തായാലും എവിടെയായാലും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയും. നമ്മൾ ഒരു മതം ഒരു ജാതി ഒരു ദൈവം എന്ന് പറയുന്ന ആൾക്കാരെ. പക്ഷെ അവരൊരിക്കലും അങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ ഇട്ടേക്കണ ഈ തട്ടത്തിന് വരെ അവരെ ആക്ഷേപിക്കാം. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളോ? അതെ, പുതിയ തലമുറ, ചിന്തിക്കുന്ന തലമുറ. ഹുമയൂണിന്റെ ഭരണപരിഷ്കാരങ്ങളോ ക്വീൻസാങ്ങിന്റെ യാത്രാവരണങ്ങളോ മനപ്പാടമാക്കിയിട്ട് ഒരു കാര്യമില്ല.